നിങ്ങളും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? എവിടെയെങ്കിലും ഒരുത്തൻ ഫേമസ് ആയി കഴിഞ്ഞാൽ ഓനെയും പൊക്കിക്കൊണ്ട് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് അവനോട് ഇതുപോലെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതെല്ലാവരും കൂടി ഒരുമിച്ചുള്ള പരിപാടി. അവനവൻ കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം ഗുലുമാ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെയൊന്നുമല്ല, എൻ്റെ പൊന്നു മക്കളെ, രേണു സുധീൻ്റെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ആരെങ്കിലും കണ്ടിനാ? അതായത് ഒരു ശാരികാന്നോ അങ്ങനെ എങ്ങാറ്റം പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് വലിയ ബുദ്ധിമതി, ബാക്കി എല്ലാവരും പറഞ്ഞ ഊളകളാണ് എന്നാണ് ചേച്ചിയുടെ വിചാരം. ഏതായാലും ചേച്ചി അങ്ങനെ ഈ നമ്മളെന്ന മെത്രാനാ അങ്ങനെ ആയിട്ട് മറ്റൊരു ചങ്ങായിൻ്റെല്ലോട് അവനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ വേണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ആ ചാനലിൻ്റെ ഹോട്ട് ഷീറ്റ് എന്നാണ് പറയുന്നത്. അടിയിൽ കുറച്ച് തീയൊക്കെ കൊടുത്തിട്ടുള്ള ഹോട്ട് ഷീറ്റ്, അതായത് നമ്മൾ കസേരൻ്റെ മുകളിൽ ഇരിക്കുക, അടിയിൽ ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ കത്തിക്കുന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ ചോദ്യം ചോദിക്കുമ്പോഴാണ് പോലും ഈ തീ ഇങ്ങനെ ആളിപ്പടരുക. അത് ഇങ്ങനെ പൊള്ളുമ്പോഴാണ് പോലും നമ്മൾ ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചേച്ചി പറയുന്നത് ഇതാണ് ഹോട്ട് ഷീറ്റ് എന്ന്. എന്നിട്ട് അവിടെ രേണു സുധീനെ കൊണ്ട് ഇരുത്തിയിരിക്കുക. പല മഹാമാരി ഇരുത്തിയെന്നാണ് ഇവർ പറയുന്നത്. ഈ മഹാമാരി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയണ്ടേ? അതായത് കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട, കീർപ്പാകുന്നത് നോക്കാണ്ടിരുന്നാൽ മതി എന്ന് പറയുന്ന മത്രയൻ എന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ട്. അവനെ അവിടെ ഇരുത്തിയിട്ട് കുറേ ചോദ്യങ്ങളും ഇതൊക്കെ ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ രേണു സുധീനെ പറ്റിയിട്ട് ഈ രേണു സുധീനെ അവിടെ വിളിച്ചിരുത്തിയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പം നമ്മളെല്ലാം വിചാരിച്ചു ഇങ്ങനെ ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടുണ്ടോടെ? അതായത് എന്തൊക്കെ ഊളത്തരമാണ് ഇവർ ചോദിക്കുന്നത്, ഇവരെങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുക, ഇവരൊരു സ്ത്രീയല്ലേ എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പിറ്റേ ദിവസം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ രേണു സുധിക്കാണ് പിന്നെ തെറികൾ വാങ്ങിച്ചു കൊടുക്കാൻ അവിടെ ഇരുന്നതെങ്കിലും ചോദിച്ചതെങ്കിലും തെറി മുഴുവൻ കിട്ടുന്നത് ഇവർക്കാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കിട്ടാത്ത തെറിയാണ് ഇവർക്ക് കിട്ടുന്നത്. ഏകദേശം അത് 1 മില്യൺ ആൾക്കാർ കാണുമ്പോഴേക്ക് 7 ലക്ഷം തെറിയങ്ങാറ്റി ഇവർക്ക് കിട്ടീനി. അങ്ങനെ 3-4 ലോഡ് തെറി ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഇനി എനിക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് ഗോതയിലേക്ക് ഇറങ്ങി. അങ്ങനെ എല്ലാവരെയും പിന്നീട് അങ്ങ് പൊളിച്ച തെറി പറയില്ല. കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. അതായത് രേണു സുധിയോട് പറയും, രേണു സുധി നീ ഇതുപോലെ അഭിനയിക്കണം, ഇവിടുന്ന് ഇറങ്ങിപ്പോണം, എന്നെ തെറി വിളിക്കണം, നീ ആരടി എന്ന് പറയണം, ഒരു ചെറിയൊരു ചോട്ടാ മൈക്കെല്ലാം കൊടുക്കും, അതായത് വർക്ക് ചെയ്യാതെ ഇത് നീ ഇങ്ങനെ എറിയണം എന്ന് പറയും. അതായത് ഒറിജിനൽ മൈക്ക് എറിയറിയിട്ടാ ആ എറിയാനാകുമ്പോൾ നമ്മൾ ക്യാമറ ഇങ്ങനെ കട്ട് ചെയ്യും. അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നിന്നിട്ട് ക്യാമറമാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കയ്യിൽ വെച്ചിട്ട് ആ മൈക്കുണ്ടല്ലോ അതിങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണമെന്ന് പറയും. ഇതാണ് ഇവരുടെ പരിപാടി എന്ന് ഈ സ്ത്രീ തന്നെ പറഞ്ഞു. അതായത് ഇവർ കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് പരിപാടി തന്നെയാണ്. ഇതൊന്നും ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടത്. എന്തൊരു മണ്ടന്മാരാക്കലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറാ. അതിനൊക്കെ ഈ രേണു സുധിയെ പോലെയുള്ള ഈ മത്രായനെ പോലെയുള്ള ആൾക്കാരൊക്കെ കൂട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മനുഷ്യന്മാരാണ്. ഇതിലും നല്ലത് ഇവർക്ക് മറ്റേ എന്താണ് പടത്തിലങ്ങാറ്റം പോയിട്ട് അഭിനയിച്ചാൽ പോരെ. ഇതിലും അന്തസ്സുണ്ടല്ലോടെ വേറെ ചില ഈ ഷക്കീല പടത്തിലൊക്കെ അഭിനയിക്കുന്നവർക്കൊക്കെ. ആലോചിച്ച് നോക്കുക നിങ്ങൾ, എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. ജനങ്ങളിങ്ങനെ പച്ചക്കെ പറ്റിക്കുക, ഇതുപോലെ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുക. എൻ്റെ പൊന്ന് ശാരിക അന്നങ്ങാറ്റ സ്ത്രീയുടെ പേര്, അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോഴിവിടെയുള്ള റിയാക്ഷൻ വീഡിയോകളെ മുഴുവൻ എന്ന് പറഞ്ഞ തെറി പറഞ്ഞ് നടക്കുന്നില്ലേ? അതായത് വല്ലവൻ്റെയും ഈ ചെലവും നക്കി നടക്കുന്ന ടീമാണ് എന്നുള്ള തരത്തിൽ. ആദ്യം നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതുപോലെയുള്ള ആൾക്കാരെ ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്കൊന്നും ഇതില്ലേ? അല്ല, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ശരിയെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാന്ന്. നമ്മൾ വിചാരിക്കുന്ന പോലെ അയ്യോ രേണു സുധിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇവർ അത് മോശമായി പോയല്ലോ, എൻ്റെ സ്ത്രീയെ എങ്ങനെ ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് എല്ലാവരും തമ്മിൽ. ഇതിൽ പൊട്ടന്മാരാകുന്നതാരാണ്? ഈ പ്രേക്ഷകരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യൂട്യൂബിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും ഉണ്ട് മക്കളെ. അതൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ ഒറിജിനലാണ് അല്ലെങ്കിൽ ഒരു രേണു സുധിയോട് ഇത് ചോദിച്ചു നാളെ ചിലപ്പോൾ ഇല്ല ഇവർ ഈ ആരെങ്കിലും കത്തിയെടുത്തിട്ട് ഇത് ചെയ്യുന്നവരെ ഇവർ കാണിക്കുമായിരുന്നു. എന്നിട്ട് പറയുക അയ്യോ എനിക്ക് കുത്ത് കിട്ടി അതുവരെ തമ്മിലൈനാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറ്റിക്കൽ പ്രസ്ഥാനം എന്ന് പറഞ്ഞില്ല, അത് കൊണ്ട് നടക്കുന്ന ടീമാണ്. അപ്പോൾ ഈ രേണു സുധിയെ പോലെയുള്ള ഇല്ലെങ്കിൽ പ്രേക്ഷകരോട് ഭയങ്കര കമ്മിറ്റ്മെൻറ്റുള്ള ഈ പ്രേക്ഷകരൊക്കെ നല്ലതാണെന്ന് വിചാരിക്കുന്ന ഈ രേണു സുധി വരെ ഇതിന് കൂട്ടം നിന്നിട്ടുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ ഇതിൽ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. ഒരു സ്നേഹവും തോന്നില്ല, പരമ പുച്ഛം തന്നെയാണ്. പിന്നെ ആ സ്ത്രീക്ക് കിട്ടുന്നത് അവർക്കെന്ന് പറഞ്ഞാൽ അത് കിട്ടേണ്ടത് തന്നെയാണ്. കാരണം കുറേ നാളുകളായിട്ട് അവരിങ്ങനെ ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം ചാനൽ
ചാനലിൽ സ്വന്തം കണ്ടൻറ്റ് ഇല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കണ്ടൻറ്റ് എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടെങ്കിലും ജീവിക്കാനുള്ളതിൽ ഈ ഹോട്ട് സീറ്റ്, ഈ പിന്നെന്താ പറയുക മൂട്ടിന് തീ പിടിക്കുന്ന സാധനം, അതുപോലെ തന്നെ തീയിടുന്ന സാധനം എന്നൊക്കെ പറഞ്ഞ് വരാതെ എൻ്റെ പൊന്ന സഹോദരി അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ച് ചെയ്യാറുണ്ട്. അല്ലാതെ എന്തിനാ ഇങ്ങനെ വല്ലവൻ്റെയും ചാനലിൽ വലിഞ്ഞു കയറി പോയിട്ട് ആങ്കർ എന്നുള്ളൊരു പേരും പറഞ്ഞിട്ട് അവരോട് വല്ല ഇതുപോലെയുള്ള ചോദ്യങ്ങളും ചോദിച്ച് എന്തിനിങ്ങനെ തെറികൾ വാങ്ങിക്കൂട്ടുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ബിഗ് ബോസ് പോണ്ടല്ലോ ഇതാണോ എന്ന് എനിക്കറിയില്ല കേട്ടാ. ഇപ്പം എല്ലാവരും അതാണല്ലോ, എന്ത് കളി കളിച്ചിട്ടായാലും ബിഗ് ബോസിൽ ഞാനും നോക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ എന്ത് കളിയാണ് കളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതായത് ആര്യാ തെറി പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. കാരണം എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ആരെങ്കിലും തെറി പറയടാ നീ, എന്നാൽ പിന്നെ മോഹൻലാലിനെ തന്നെ പറഞ്ഞാലോ എന്ന് ആലോചിച്ച് അപ്പോഴാണ് പറയുന്നത് അവരെ ഫാൻസ് വന്നിട്ട് നിന്നെ എടുത്തിട്ട് അലക്കണ്ടാന്ന്. അതുകൊണ്ട് പിന്നെ അതും ഞാൻ നിർത്തി വെച്ചായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഇത് തന്നെയാണ് പരിപാടി. അതായത് ബിഗ് ബോസ് പോകണം എന്ന് പറഞ്ഞിട്ട് ഈ കോപ്രായങ്ങൾ കാണിച്ച് നടക്കുക, കോലം കെട്ടി നടക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടും. പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഭാരത സ്ത്രീകൾ, കേരള സ്ത്രീകൾ ഇങ്ങനെയൊന്നും അല്ല മക്കളെ. ചില ആൾക്കാരുടെയൊക്കെ രൂപവും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ കാണിക്കുന്നവർ, എന്താ ചെയ്യുന്നത് ഇവർക്ക് തന്നെ അറിയില്ല. എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഇത് തന്നെയാണ്, ബിഗ് ബോസ്. ഈ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ടാണ് നീറ്റങ്ങളിൽ ഇങ്ങനെ കളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജോക്കിൻ്റെ ഇതിലായിട്ട് കാണാം. അല്ലാതെ നിങ്ങൾ അതിനകത്ത് പോയിട്ട് ഇവരിങ്ങനെ ചോദിച്ചോ ഇതിങ്ങനെ ചോദിച്ചോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവരും വേണ്ടതെന്ന് പറഞ്ഞാൽ മണിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോട്ട് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടും അല്ലാതെ ഇത് പറഞ്ഞിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഇങ്ങനെയുള്ള ഓരോരോ കോപ്രായങ്ങൾ കാണിച്ച് വിടുന്നതെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പം നടന്നിപ്പം തെറി പറയില്ല ഈ സ്ത്രീയായിരുന്നു. ഇവരെല്ലാവരും വിമർശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ അനന്തു എന്ന് പറയുന്നവനെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അവനൊക്കെ ചില ആൾക്കാരൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവരിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തെറി പറയുന്ന ആൾക്കാരെയൊക്കെ, അതായത് രേണു സുധിയെ ഒരുപാട് നാൾ തെറി പറഞ്ഞവരൊക്കെ ഇപ്പോൾ രേണു സുധിയെ സ്നേഹിക്കുന്നു, ആ തെറികൾ മുഴുവൻ എനിക്കാണ് വരുന്നത് എന്നാണ് ഇപ്പോൾ ആങ്കർ പറയുന്നത്. അവരുടെ ആ കഥകൾ കേട്ടപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞ് എൻ്റെ കണ്ണിന്ന് വെള്ളം വീണു പോയിനായിരുന്നു. കാരണം എന്തിനാടാ അനന്തു ഇങ്ങനെ ഒരു പെണ്ണിനെ പറ്റി ഒരു സ്ത്രീയെ പറ്റി പറയുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തിനാടാ ഇങ്ങനെ പറയുന്നത്? അവർ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു പോയി, ഇനി നീയും കൂടി അവരുടെ അടുത്ത് ഇങ്ങനെ ആക്കണോടാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിധിയല്ലേ, എല്ലാം വിധിയാന്ന് നോക്കുക, വരുന്നിടക്ക് വെച്ച് കാണുക. അതുകൊണ്ട് എൻ്റെ പൊന്ന മക്കളെ, ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള കോപ്രായങ്ങളും കൊണ്ട് വരരുത്. കാരണം നമുക്ക് കഴിയില്ല നമുക്കിത് സഹിക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളെയൊക്കെ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത്രയും ഉള്ള ചോദ്യമാണ്. എൻ്റെ പൊന്ന സഹോദരി, ഇങ്ങനെയൊന്നും ഒരാളോട് പോയി ചോദിക്കരുത്. എന്ത് ഹോട്ട് സീറ്റാണ്, അല്ലെങ്കിൽ എന്തും ഈ യൂട്യൂബിൽ വിളിച്ചോ അറിയാം, ഇല്ലെങ്കിൽ എന്തും നേടാം, ഒരുപാട് പൈസ എനിക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള ഇതൊന്നും ചോദിക്കരുത്. കാരണം ഇനി അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ പറയുക. അതായത് ഇതേ കിടക്കുന്ന നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കുക, കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിപ്പോവുക, അതുപോലെ തന്നെ നമ്മുടെ ഷൈം ടോം ചാക്കോനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ അഭിനയമാണ്, സ്ക്രിപ്റ്റാണെന്ന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഇൻ്റർവ്യൂവിനൊന്നും പോയിട്ട് നിങ്ങളിങ്ങനെ പോയിട്ട് കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തെറി പറയാനോ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലാവരും എന്ന് പറഞ്ഞാൽ വയറ്റുപഴപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഒരു ജാൻ പയറിന് വേണ്ടിയിട്ട്, ഇപ്പം 2 ജാനാണ് കേട്ടോ പയർ, ഇപ്പം 2 ജാൻ പയറിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചേച്ചിയോട് ഞാൻ പറയുകയാണ്, ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സിനെ മൊത്തത്തിൽ അങ്ങ് തെറി പറയാതെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്വന്തം കണ്ടന്റ് നോക്കുക. നിങ്ങളും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? എവിടെയെങ്കിലും ഒരുത്തൻ ഫേമസ് ആയി കഴിഞ്ഞാൽ ഓനെയും പൊക്കിക്കൊണ്ട് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് വരും, എന്നിട്ട് അവനോട് ഇതുപോലെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതെല്ലാവരും കൂടി ഒരുമിച്ചുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നിങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. കാരണം കുറേ എണ്ണമുണ്ട് ഇതൊക്കെ ഒറിജിനലാന്ന് വിചാരിച്ച് നിൽക്കുന്ന ടീമുകൾ. അവരൊക്കെ ഒന്ന് അറിയട്ടെ ഇവരുടെയൊക്കെ അഭിനയം. നന്ദി, നമസ്കാരം.